പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ പറയുന്നുണ്ട് ഇതിപ്പോൾ നമ്മളെ നാട്ടുകാരൊക്കെ ഒന്ന് അറിയിക്കണം, ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. ഇടയ്ക്ക് നമ്മളിങ്ങനെ വാട്സപ്പിലും ഇതിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, മലപ്പുറത്ത് അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ നല്ല സ്നേഹത്തോടെ അച്ഛനും അമ്മയുള്ള കുട്ടികളെ തന്നെ അമ്മയും ബാപ്പയും ഓരോ വീട്ടുകാരും ഞങ്ങളെ വീട്ടുകാരും അതെ എന്താ പറയുന്നത്, അത്രയാണ്. നന്നായിട്ട് മുന്നോട്ട് ജീവിച്ചു പോട്ടെ. ഇനിയുള്ള കാലവും നിങ്ങളെ സ്വന്തം മോളായിട്ട് ഏട്ടന്മാരെ കുഞ്ഞി പെങ്ങളായിട്ട് നല്ല സ്നേഹത്തോടെ പോട്ടെ എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ ഞാൻ രാവിലെ മുതൽ ഇപ്പോൾ ഡോക്ടേഴ്സ് നിങ്ങളോട് ചോദിച്ചില്ലേ, ഡോക്ടർമാരും ചോദിച്ചില്ലേ, എല്ലാവർക്കും അതിശയം. കാരണം ഓളെ ഉമ്മ ഉണ്ടെങ്കിലും നിങ്ങളാണല്ലോ മോളെ എടുക്കുന്നത്, ഇങ്ങോട്ട് കൊണ്ടുവരും. അതിൽ അതറിഞ്ഞ ഞാനും ഇങ്ങനെ വിചാരിക്കുന്നത്, നിങ്ങളെടുത്ത് കൊണ്ടു നടക്കുന്നത്, നിങ്ങളാണ് തോളിലിട്ട് നടക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത് ഒക്കെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ മോളൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞങ്ങളും കഴിക്കാതിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഭയങ്കര ഇത്. അപ്പോഴാണ് ഒരു ആകാംക്ഷ മുട്ടിപ്പോയതുകൊണ്ടാണ് പിന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്താണ് സംഭവം എന്ന് അറിയാൻ. ആണില്ലേ? അവര് പുലർച്ചെ എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? അതാണ് സ്നേഹത്തിന്റെ വില. ജാതി മതമൊന്നും അല്ല കേട്ടോ. സ്നേഹം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത, നമുക്ക് നിർവചിക്കാൻ കഴിയാത്തൊരു സംഭവമല്ലേ. ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളെ കണ്ടതിലും, ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും ഉണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, ഇത് ബിന്ദുവേച്ചി, ഇത് സുബ്രഹ്മണ്യേട്ടൻ. ഇത് സുബ്രഹ്മണ്യേട്ടൻ്റെ ബിന്ദേച്ചിൻ്റെ മോളാണ്. ബാക്കി കാര്യങ്ങൾ ബിന്ദേച്ചി തന്നെ പറയും. എന്താ പറയുക, ഞങ്ങളെ മോള് തന്നെ പറയാം. ഞങ്ങളെ കുടുംബത്തിലൊരു അംഗമാണ്. ഒരു 40 ദിവസമൊക്കെ ആകുമ്പോഴാണ് ഇവളെ ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ എന്താ നമ്മളെ മോളെന്നെ. ബാക്കി എന്താ എല്ലാവർക്കും ഊഹിച്ചാൽ അറിയാൻ പറ്റും. ഇതാണ് സുബ്രഹ്മണ്യേട്ടൻ. മോളെ അച്ഛനും അമ്മയായിട്ട് ബിന്ദേച്ചി സുബ്രഹ്മണ്യേട്ടനാണ്. ഇനി ശരിക്കുള്ള ഉമ്മനെ കാണിച്ചു തരാം. അത് കുഴപ്പമില്ല. സെറീനല്ലേ നിങ്ങളെ? റസീന. അപ്പം എങ്ങനെ അവരായിട്ടുള്ള ബന്ധം? മോൾക്ക് അയൽവാസിയാണ്. ചെറുപ്പം മുതലേ ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല. അത് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ രാവിലെ മുതലേ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുണ്ടെങ്കിലും, ഇന്നലെ രാത്രി മുതലേ ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുണ്ടെങ്കിലും മോള് ഇവരെ കൂടെയാണ് രാവിലെ മുതലേ, സർജറി കഴിഞ്ഞ മുതലേ ഉള്ളത്. അപ്പോൾ എന്താണ് എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബിന്ദേച്ചിനോട് ചോദിച്ചപ്പോഴാണ് ഓള് ഞങ്ങളെ പിന്നെ എന്താ പറഞ്ഞേ, ഞങ്ങളെ മോളാണെന്ന് പറഞ്ഞത്. ഇതാണ് പിന്നെ മോളെ ഉപ്പ. അപ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞത് ഇത് തന്നെയാണ്, ഞങ്ങളെ മോളല്ല അവരെ മോളാണ്. അവരെ കിട്ടിയാൽ പിന്നെ വേറെ ആരെയും. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ജാതി മത ഭേദമില്ലാതെ ജീവിക്കുന്ന ഒരു കുടുംബം, പുതിയ സമൂഹത്തിന് നല്ലൊരു സന്ദേശമായിട്ട് ജീവിക്കുന്ന കുടുംബമാണ് ഇവർ. ഇന്നലെ മോളൊരു സർജറി ആയിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്നതാണ്. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ മോള് വീഡിയോ കോൾ ചെയ്യുന്നത് ഞാനും കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മ അമ്മ എന്നിങ്ങനെ പറയണ്ടായിരുന്നു, അച്ഛനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഈ കട്ടിൽ ഞാനും കിടക്കുന്നുണ്ടല്ലോ, ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ അമ്മേനെ പറയുന്നത്. 10 മണി 11 മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എനിക്കും ഒരാകാംക്ഷ ഉണ്ടായിരുന്നു, എന്താണ് ഇങ്ങനെ മോള് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ കണ്ടപ്പോഴതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചത് എന്താണെന്ന്. സമൂഹം അറിയേണ്ട ഒരു കാര്യമാണല്ലോ ഈ കാലത്ത്. ഇങ്ങനെ ഇത്രയും അതെ അതെ ഇത്ര സ്നേഹത്തിൽ ഇങ്ങനെ വളരുന്നുണ്ട്. നിങ്ങളെ കിട്ടിയാൽ മതിയില്ലേ എപ്പോഴും. അച്ഛൻ്റെ അമ്മൻ്റെ മോളാണില്ലേ. അപ്പോൾ രണ്ടാളൊന്ന് ജോലി ലീവാക്കി. അതെ, അവർ സ്കൂളിൽ വർക്ക് ചെയ്യാണ്, യൂണിവേഴ്സിറ്റി അവിടെ സ്കൂളിൽ. എന്താണ് നിങ്ങളെ എന്താണ്? സ്കൂളിലെ പിന്നെ സ്റ്റാഫുകളാണ് സുബ്രഹ്മണ്യേട്ടനും ബിന്ദേച്ചും. നിങ്ങൾക്ക് എത്ര? 2 ആൺകുട്ടികൾ. 2 ഏട്ടന്മാരുള്ള ഇതാ, ഒരു കുഞ്ഞനിയത്തിയാണ്, ഒരു പൊന്നനിയത്തിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് ഈ ഒരു സ്നേഹബന്ധം കാണുമ്പോൾ കേട്ടോ. എന്നും ഇതിങ്ങനെ രാവിലെ കൊണ്ടാക്കി തന്നു മോനെ നമ്മളെ പുലർച്ചെ കൊണ്ടുവന്നത്. ഇന്നലെ രാവിലെ അല്ലേ ഞങ്ങളെ കൂടെ ഉണ്ടായത്? ഇവരെ മോൻ തന്നെ ഇന്നലെ കൂടെ ഉണ്ടായത്. ബിന്ദേച്ചിൻ്റെ മോനാണ് അല്ലേ നിങ്ങളെ കൂടെ ഉണ്ടായത്. എന്നോട്
ഞങ്ങളെ വാർഡിലേക്ക് ആക്കിയിട്ടാണ് ഓൻ പോയത്. നിങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? ഇവള് അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ തന്നെ വളർന്നോട്ടെ. ഈ സ്നേഹം എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ. മോള് വലുതായാലും ഈ ജാതി മതത്തിൻ്റെയൊക്കെ അതീതമായിട്ട് നമുക്കൊരു സ്നേഹം ഇങ്ങനെ വളർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്നും നിലനിൽക്കട്ടെ. മോള് അച്ഛൻ്റെയും അമ്മേൻ്റെയും ഉമ്മേൻ്റെയും ബാപ്പേൻ്റെയും ഒക്കെ മോളായിട്ട് ഇങ്ങനെ ഉണ്ടാവട്ടെ. അവിടെ എല്ലാവർക്കും അസൂയാണ്. ആണല്ലേ? ഉമ്മയും ഉപ്പയുണ്ട്, അച്ഛനും അമ്മയുണ്ട് പറഞ്ഞിട്ട് എല്ലാവർക്കും അസൂയ അവളോട്, കുട്ടികൾക്കൊക്കെ. അതാണല്ലേ? കാരണം രണ്ട് ഭാഗത്തു നിന്നുള്ള ആ ഒരു സ്നേഹം. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ഒരു മതിൽക്കെട്ടിനും ഒന്നിനും ഒന്നിനും ഒരു തടസ്സമില്ലാതെ ഒരു ഇതുമില്ലാതെ ഒരു സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്ന് ഒരുപാട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് സ്നേഹം നിങ്ങളെ കണ്ടേലും പരിചയപ്പെട്ടതിലും ഒക്കെ തന്നെ ഒരുപാട് സ്നേഹം എല്ലാവർക്കും. ഇത് യൂട്യൂബിലിടുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കുഴപ്പമില്ലല്ലോ? സുബ്രഹ്മണ്യനാർക്കും ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരുപാട് സന്തോഷം. നല്ല കാര്യം. ആയിക്കോട്ടെ, താങ്ക് യു. എവിടെ പോയാലും അങ്ങനെ തന്നെ പറയാട്ടോ. കാരണം ഞങ്ങൾ ഇവിടെ എഴുത്തിനിരിക്കുന്നു. ഒരു മുസ്ലിം സാറാ ഞങ്ങൾക്ക്. അപ്പോൾ സാർ അന്ന് പറഞ്ഞിരുന്നു ഇത് ലോകം അറിയണം. കാരണം ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ നമ്മൾ